വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. നഫ്താലി ഗോത്രത്തിൽ നിന്നുള്ള അസീൽ വംശജനായ ഗബായേലിന്റെ പുത്രൻ, അദ്ബേലിന്റെ പുത്രൻ, അനനീയേലിന്റെ പുത്രൻ, തോബിയേലിന്റെ പുത്രൻ, തോബിത്തിന്റെ വാക്കുകളുടെ പുസ്തകം. അസീറിയ രാജാവായ ശൽമനേസറിന്റെ നാളുകളിൽ ഗലീലയിലെ കേദേശ് നഫ്താലിക്ക് തെക്ക് ആശേരിന് മുകൾ ഭാഗത്തായിരുന്ന തിഷ്ബയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടവനായിരുന്നു അവൻ. ഞാൻ തോബിത്ത് എൻ്റെ ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗങ്ങളിലാണ് ചരിച്ചത്. എൻ്റെ സഹോദരർക്കും അസീറിയ രാജ്യത്തെ നിനവേയിലേക്ക് എന്നോട് കൂടെ പോന്ന ജനത്തിനും ഞാൻ നിരവധി കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ രാജ്യമായ ഇസ്രായേൽ ദേശത്ത് ഞാൻ വസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ ഉപേക്ഷിച്ചിരുന്നു. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടതിന് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അത്യുന്നതന്റെ വാസസ്ഥലമായി വിശുദ്ധീകരിക്കപ്പെട്ടതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി നിർമ്മിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ്. വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽകാലക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു. എൻ്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ കുടുംബം പോലും. എന്നാൽ ഞാൻ മാത്രം ഇസ്രായേൽ ദേശത്തിന് മുഴുവനുമായി എഴുതപ്പെട്ട ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങൾക്ക് ജെറുസലേമിൽ പോയിരുന്നു. ആദ്യ ഫലങ്ങളും ഉത്പന്നങ്ങളുടെ ദശാംശവും ആദ്യം കത്രിക്കുന്ന ആട്ടിൻ രോമവും ഞാൻ എടുത്തിരുന്നു. ബലിപീഠത്തിങ്കൽ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് അവ ഞാൻ കൊടുത്തിരുന്നു. ഉത്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്കും ഞാൻ നൽകി പോന്നു. രണ്ടാമതൊരു ദശാംശം വിൽക്കുകയും ഞാൻ പോയി ആ തുക ജെറുസലേമിൽ എല്ലാ കൊല്ലവും ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. മൂന്നാമതൊന്ന് എൻ്റെ പിതാമഹിയായ തബോര നിർദ്ദേശിച്ചതനുസരിച്ച് അർഹരായവർക്ക് ഞാൻ നൽകി പോന്നു. എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരനാഥനായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ഞങ്ങളുടെ പിതാവിൻ്റെ വംശത്തിൽപ്പെട്ട അന്നയെ ഭാര്യയായി സ്വീകരിച്ചു. അവളിൽ നിന്ന് എനിക്ക് തോബിയാസ് ജനിച്ചു. ഞാൻ നാട് കടത്തപ്പെട്ട് നിനവേയിൽ എത്തിയപ്പോൾ എൻ്റെ എല്ലാ സഹോദരരും ചാർച്ചക്കാരും ജനതകളുടെ അപ്പത്തിൽ നിന്ന് കഴിച്ചിരുന്നു. എന്നാൽ അത് ഭക്ഷിക്കാതെ ഞാൻ എന്നെ തന്നെ കാത്തു. എന്തെന്നാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ ദൈവീക ചിന്തയായിരുന്നു. അതിനാൽ അത്യുന്നതൻ എന്നെ ശൽമനേസറിന്റെ മുമ്പിൽ പ്രീതിക്കും മതിപ്പിനും പാത്രമാക്കുകയും അങ്ങനെ ഞാൻ അവന്റെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതലക്കാരനാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ മേദിയായിൽ പതിവായി പോയിരുന്നു. ഒരിക്കൽ ഞാൻ മേദിയായിൽ ഗബ്രിയാസിന്റെ സഹോദരൻ രാഗേസിലുള്ള ഗബായേലിനെ 10 താലന്ത് വെള്ളി ഭരമേൽപ്പിച്ചു. ശൽമനേസർ മരിച്ചപ്പോൾ അവന്റെ മകൻ സെന്നാകേറിബ് അവന്റെ സ്ഥാനത്ത് ഭരണമേറ്റു. അവന്റെ കാലത്ത് വഴികൾ സുരക്ഷിതമല്ലാതാവുകയും പിന്നെ എനിക്ക് മേദിയായിലേക്ക് പോകുന്നത് അസാധ്യമാവുകയും ചെയ്തു. ശൽമനേസറിന്റെ നാളുകളിൽ ഞാൻ എൻ്റെ സഹോദരർക്ക് ധാരാളം കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണവും നഗ്നർക്ക് എൻ്റെ വസ്ത്രങ്ങളും കൊടുത്തിരുന്നു. എൻ്റെ ജനത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ച് നിനവേയുടെ മതിലിന് വെളിയെ എറിയപ്പെട്ടതായി കണ്ടാൽ അയാളെ ഞാൻ സംസ്കരിക്കുമായിരുന്നു.
യൂദായിൽ നിന്ന് സെന്നാകെരീബ് രാജാവ് ഒളിച്ചോടി പോന്നപ്പോൾ വധിച്ച ഓരോരുത്തരെയും ഞാൻ രഹസ്യത്തിൽ സംസ്കരിച്ചു. എന്തെന്നാൽ അവന്റെ കോപത്തിൽ അവൻ വളരെ പേരെ വധിച്ചിട്ടുണ്ട്. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചുവെങ്കിലും അവ കണ്ടുകിട്ടിയില്ല. നിനവേക്കാരിൽ ഒരുവൻ പോയി, ഞാനാണ് അവരെ സംസ്കരിച്ചതെന്ന് എന്നെ പറ്റി രാജാവിനെ അറിയിച്ചു. അതോടെ ഞാൻ ഒളിവിൽ പോയി. അവൻ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്നറിഞ്ഞ് ഞാൻ പേടിച്ച് നാടുവിട്ടു. എനിക്ക് ഉണ്ടായിരുന്നവയെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. എൻ്റെ ഭാര്യ അന്നയും എൻ്റെ മകൻ തോബിയാസുമല്ലാതെ എനിക്കൊന്നും അവശേഷിച്ചില്ല. അത് കഴിഞ്ഞ് 50 ദിവസം തികയുന്നതിന് മുമ്പ് സെന്നാകെരീബിനെ അവന്റെ 2 പുത്രന്മാർ തന്നെ വധിച്ചു. അവർ അരാരാത്ത് മലകളിലേക്ക് ഒളിച്ചോടിപ്പോയി. അവന്റെ മറ്റൊരു മകൻ എസാർഹദോൻ അവന് പകരം രാജാവായി. അവൻ എൻ്റെ സഹോദരൻ അനനിയേലിന്റെ പുത്രൻ അഹിക്കാരിനെ തന്റെ രാജ്യത്തിലെ എല്ലാ രാജകീയ കണക്ക് കാര്യങ്ങളുടെയും വകുപ്പുകളുടെയും മേൽ നിയമിച്ചു. അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു. അങ്ങനെ ഞാൻ നിനവേയിലേക്ക് തിരിച്ചെത്തി. അഹിക്കാർ പാനപാത്രവാഹകനും രാജമുദ്രാധികാരിയും കാര്യസ്ഥനും കണക്ക് സൂക്ഷിപ്പുകാരനും ആയിരുന്നു. എൻ്റെ സഹോദരപുത്രനായിരുന്ന അവനെ എസാർഹദോൻ തനിക്ക് താഴെ 2ാമനായി അവരോധിച്ചു. തോബിത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ അന്നയെയും എൻ്റെ പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. 7 ആഴ്ചകളുടെ വിശുദ്ധോത്സവമായ പെന്തക്കോസ്തായിൽ എനിക്കായി വിഭവസമൃദ്ധമായ ഒരു വിരുന്ന് ഒരുക്കിയിരുന്നു. ഞാൻ ഭക്ഷിക്കാനിരുന്നു. സമൃദ്ധമായ ഭക്ഷണം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, നീ പോയി നമ്മുടെ സഹോദരരിൽ കർത്തൃവിചാരമുണ്ടെന്ന് കാണുന്ന ദരിദ്രരെ കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ നിന്നെ കാത്തിരിക്കാം. അവൻ തിരിച്ചു വന്ന് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിൽ ഒരുവൻ കഴുത്ത് ഞെരിക്കപ്പെട്ട് ചന്തസ്ഥലത്ത് തള്ളപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തിടുക്കത്തിൽ ചെന്ന് അവനെ എടുത്ത് സൂര്യാസ്തമയം വരെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് ദുഃഖത്തോടെ എൻ്റെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ആമോസിന്റെ പ്രവചനത്തിൽ അവൻ പറഞ്ഞിരുന്നത് ഞാൻ ഓർത്തു. നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ എല്ലാ ആനന്ദത്തിമിർപ്പ് വിലാപഗാനമായും മാറും. ഞാൻ കരഞ്ഞു. സൂര്യാസ്തമയമായപ്പോൾ ഞാൻ പുറത്തുപോയി ഒരു കുഴിയെടുത്ത് അവനെ സംസ്കരിച്ചു. അയൽക്കാർ എന്നെ പരിഹസിച്ച് പറഞ്ഞു, ഈ പ്രവൃത്തിയെ പ്രതി വധിക്കപ്പെടുമെന്ന് അവൻ ഇനിയും ഭയക്കുന്നില്ല. അവൻ മുമ്പ് ഒളിച്ചോടിയിരുന്നു. ഇതാ വീണ്ടും അവൻ മരിച്ചവരെ സംസ്കരിക്കുന്നു. മൃതസംസ്കാരം നടത്തിയിട്ട് ആ രാത്രി തന്നെ ഞാൻ മടങ്ങി. അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങി. എൻ്റെ മുഖം മൂടിയിരുന്നില്ല. മതിലിൽ കുരുവികൾ ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു. കുരുവികൾ ചുടുകാഷ്ടം എൻ്റെ കണ്ണുകളിലേക്ക് വിസർജിച്ചു. എൻ്റെ കണ്ണുകളിൽ വെളുത്ത പടലങ്ങൾ ഉണ്ടായി. ഞാൻ വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോയെങ്കിലും എനിക്ക് ഗുണം ചെയ്തില്ല. എലിമായിസിലേക്ക് പോകുന്നത് വരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു. എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു പോന്നു. അവൾ സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും അവർ അവൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്തിരുന്നു. ഒരിക്കൽ കൂലിയോടൊപ്പം ഒരാട്ടിൻകുട്ടിയെയും അവർ കൊടുത്തു. അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കരയാൻ തുടങ്ങി. ഞാൻ അവളോട് ചോദിച്ചു, ആട്ടിൻകുട്ടി എവിടെ നിന്നാണ്? മോഷ്ടിച്ചതല്ലേ? ഉടമസ്ഥർക്ക്
അതിനെ തിരിച്ചു കൊടുക്കുക. എന്തെന്നാൽ മോഷ്ടിച്ചത് ഭക്ഷിക്കുന്നത് ശരിയല്ല. എന്നാൽ അവൾ പറഞ്ഞു, കൂലിയോടൊപ്പം സമ്മാനമായി എനിക്ക് നൽകപ്പെട്ടതാണ്. പക്ഷേ ഞാൻ അവളെ വിശ്വസിച്ചില്ല. അതിനെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അവളെ പ്രതി ഞാൻ ലജ്ജിച്ചു. അവൾ മറുപടിയായി പറഞ്ഞു, നിന്റെ കാരുണ്യ പ്രവൃത്തികളും ധർമ്മപ്രവൃത്തികളും എവിടെ? ഇതാ നിനക്ക് സംഭവിച്ചവയെല്ലാം പരസ്യമാണല്ലോ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, നീ പോയി ഒരു ചനത്തിന്റെ അരക്കച്ച വാങ്ങി അരയിൽ അണിയുക. അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാനൊരു അരക്കച്ച വാങ്ങി എൻ്റെ അരയിൽ അണിഞ്ഞു. കർത്താവിന്റെ വചനം എനിക്ക് 2-ാം പ്രാവശ്യവും ഉണ്ടായി. നീ വാങ്ങി നിന്റെ അരയിൽ അണിഞ്ഞ അരക്കച്ച എടുക്കുക. എഴുന്നേറ്റ് യൂഫ്രട്ടീസിലേക്ക് പോയി അവിടെ ഒരു പാറയിടുക്കിൽ അത് ഒളിച്ചു വയ്ക്കുക. കർത്താവ് എന്നോട് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ പോയി യൂഫ്രട്ടീസിൽ അത് ഒളിച്ചു വെച്ചു. അനേക ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ എഴുന്നേറ്റ് യൂഫ്രട്ടീസിൽ ചെന്ന് ഞാൻ നിന്നോട് അവിടെ ഒളിച്ചു വെക്കാൻ കൽപ്പിച്ച അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ യൂഫ്രട്ടീസിൽ പോയി ആ അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്തു. ഇതാ ആ അരക്കച്ച ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിന്റെ വചനം ഇപ്രകാരം ഉണ്ടായി. കർത്താവ് അരുൾ ചെയ്യുന്നു, യൂദായുടെ അഹങ്കാരത്തെയും ജെറുസലേമിന്റെ ഔദ്ധ്യത്തെയും ഇപ്രകാരം ഞാൻ നശിപ്പിക്കും. എൻ്റെ വാക്കു കേൾക്കാൻ വിസമ്മതിക്കുന്ന, തങ്ങളുടെ ഹൃദയത്തിന്റെ ദുശാഠ്യത്തിൽ നടക്കുന്ന ഈ ദുഷ്ടജനം അന്യദേവന്മാരുടെ പിറകെ അവയെ സേവിക്കാനും ആരാധിക്കാനും പോയതിനാൽ ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ചയെ പോലെയാകും. കാരണം അരക്കച്ച ഒരുവന്റെ അരയോട് ഒട്ടിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനം മുഴുവനും യൂദാ ഭവനം മുഴുവനും എനിക്ക് ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായിരിക്കുവാൻ വേണ്ടി ഞാൻ അവരെ എന്നോട് ഒട്ടിച്ചു നിർത്തി. എന്നാൽ അവർ അനുസരിച്ചില്ല. കർത്താവിന്റെ അരുളപ്പാട്. നീ അവരോട് ഈ വാക്ക് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എല്ലാ തോൽക്കുടങ്ങളും വീഞ്ഞുകൊണ്ട് നിറയ്ക്കപ്പെടും. അപ്പോൾ അവർ എന്നോട് ചോദിക്കും, എല്ലാ തോൽക്കുടങ്ങളും വീഞ്ഞുകൊണ്ട് നിറയ്ക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഈ ദേശവാസികൾ മുഴുവനെയും ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികൾ എല്ലാവരെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ഞാൻ അവരിൽ ഓരോരുത്തനെയും പിതാക്കന്മാരെയും മക്കളെയും ഒരുപോലെ തൻ്റെ സഹോദരനെതിരെ വിഘടിപ്പിക്കും. അവരെ ഞാൻ നശിപ്പിക്കാതെ വെറുതെ വിടുകയോ കരുണ കാണിക്കുകയോ ദയ കാണിക്കുകയോ ഇല്ല. കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കാരണം കർത്താവ് സംസാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇരുട്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാദങ്ങൾ അരണ്ട മലകളിൽ ഇടരുന്നതിനു മുമ്പ് അവിടത്തേക്ക് നിങ്ങൾ മഹത്വം നൽകുവിൻ. നിങ്ങൾ പ്രകാശത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാകട്ടെ അവിടുന്ന് മരണനിഴൽ വീഴ്ത്തും. നിങ്ങളുടെ മേൽ കനത്ത മേഘം നിപതിക്കും. നിങ്ങൾ ഇത് കേൾക്കുകയില്ലെങ്കിൽ എൻ്റെ ആത്മാവ് നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ കരഞ്ഞ് അതിയായി വിലപിക്കുകയും എൻ്റെ കണ്ണ് കണ്ണീർ വാർക്കുകയും ചെയ്യും. കാരണം കർത്താവിൻ്റെ ആടുകൾ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. രാജാവിനോടും രാജ്ഞിയോടും പറയുക, വിനീതരായി ഇരിക്കുക. കാരണം നിങ്ങളുടെ ശിരസിൽ നിന്ന് മഹത്തായ കിരീടം
താഴെ പോയിരിക്കുന്നു. നെഗേബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു, തുറക്കാൻ ആരുമില്ല. യൂദ മുഴുവൻ വിപ്രവാസത്തിലാക്കപ്പെട്ടിരിക്കുന്നു, സമ്പൂർണമായും വിപ്രവാസത്തിലാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുവിൻ. നിനക്ക് നൽകപ്പെട്ട അജഗണം, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? അവിടുന്ന് നിന്നെ നേരിടുമ്പോൾ നീ എന്തു പറയും? നേതാക്കളായി നിന്റെ മേലായിരിക്കാൻ നീ അവരെ അഭ്യസിപ്പിച്ചു. പ്രസവിക്കുന്ന സ്ത്രീയുടേത് പോലുള്ള വേദന നിന്നെ ഗ്രസിക്കുകയില്ലേ? എന്തുകൊണ്ട് ഇവ എനിക്ക് വന്നു ഭവിച്ചു എന്ന് നീ ഹൃദയത്തിൽ ചോദിച്ചാൽ, നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം മൂലമാണ് നിന്റെ അങ്കികൾ മാറ്റപ്പെട്ട് നീ പീഡിപ്പിക്കപ്പെട്ടത്. എത്യോപ്യക്കാരന് തന്റെ തൊലിയും പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളിയും മാറ്റാനാകുമോ? എങ്കിൽ മാത്രമേ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകൂ. മരുഭൂമിയിലെ കാറ്റിൽ പറക്കുന്ന പതിര് പോലെ അവരെ ഞാൻ പറത്തും. ഇതാണ് നിന്റെ വിഹിതം, എന്നിൽ നിന്നുള്ള നിന്റെ ഓഹരി അളവ്, കർത്താവിന്റെ അരുളപ്പാട്. കാരണം നീ എന്നെ മറക്കുകയും വ്യാജത്തിൽ ആശ്രയിക്കുകയും ചെയ്തു. ഞാൻ തന്നെ നിന്റെ അങ്കി മുഖത്തിനു മേൽ ഉയർത്തും. നിന്റെ അപമാനം ദൃശ്യമാകും. നിന്റെ മ്ലേച്ഛതകൾ, നിന്റെ മതശീൽക്കാരങ്ങൾ, നിന്റെ വ്യഭിചാര പദ്ധതി, അതായത് വെളിമ്പ്രദേശത്തെ കുന്നുകളിൽ അനഭിമതമായി നിന്നിലുള്ളവ ഞാൻ കണ്ടിരിക്കുന്നു. ജെറുസലേമേ, നിനക്ക് ദുരിതം! നീ ശുദ്ധയായിരിക്കാൻ ഇനിയും എത്ര നാൾ കഴിയണം? അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോളോസ് കൊരിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ അവനോട് പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ എന്തിനാലാണ് നിങ്ങൾ സ്നാനപ്പെട്ടത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനത്താൽ. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തന്റെ പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ എല്ലാവരും കൂടി ഏകദേശം 12 പുരുഷന്മാരായിരുന്നു. അവൻ സിനഗോഗിൽ പ്രവേശിച്ച് 3 മാസം സംവാദത്തിൽ ഏർപ്പെടുകയും ദൈവരാജ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ധൈര്യപൂർവം പ്രസംഗിച്ചു. എന്നാൽ ചിലർ നിർബന്ധ ബുദ്ധികളായി അവിശ്വസിച്ച് സംഘത്തിന്റെ മുമ്പിൽ മാർഗത്തെ ദുഷിച്ചു പറഞ്ഞു. അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെയും കൂട്ടി ടിറാനോസിന്റെ പാഠശാലയിൽ പോയി എല്ലാ ദിവസവും സംവാദത്തിൽ ഏർപ്പെട്ടു പോന്നു. ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിന്റെ വചനം കേട്ടു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.